എല്ലാവരും ഫുൾ റിലാക്സ്ഡ് മൂഡിലായിരിക്കും. ഇപ്പോൾ നമ്മളുടെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു അല്ലേ, ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതി. ഇനിയിപ്പോൾ +1 പോകുന്ന സമയത്ത് എന്താണ്, പുതിയ സ്കൂളായിരിക്കും, പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം SSLCയിലെ റിസൾട്ട് വരാനിരിക്കുന്നത് നിങ്ങളിങ്ങനെ ഒരു എന്നിപ്പോൾ വരുമല്ലോ, എങ്ങനെയായിരിക്കും റിസൾട്ട്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. ഇതിലേക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ് നിങ്ങളിനി നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് ജേണി എന്ന് പറയുന്നത് നിങ്ങളുടെ +1 +2 ആണ്. അപ്പോൾ +1 +2ലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, മിസ് എന്തിനാണ് ഇപ്പോൾ +1ൻ്റെ പറയണത്, ഞങ്ങളുടെ SSLCൻ്റെ റിസൾട്ട് പോലും വന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ അറിയാതെ പോകുന്നൊരു കാര്യം, നമ്മളിങ്ങനെ ചില്ലടിച്ച് അവസാനം ടെൻഷൻ അടിക്കണമാണോ നല്ലത്, അതോ ഇപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പ്ലാൻ ചെയ്ത് പോകുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ ഒരു മാനസിക നില നല്ലതുപോലെ കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഇപ്പോൾ ചില മക്കളൊക്കെയാണ്, മിസ്സിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായി പോകും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ, നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്, അത് നമ്മൾ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം മിസ്സൊക്കെ +1 +2ലേക്ക് വരുന്ന സമയത്ത് +1 ആദ്യം തന്നെ എത്തിയപ്പം, പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ ആകെ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത് ലാംഗ്വേജ് മാറുന്നതിലുള്ളൊരു പ്രശ്നം, രണ്ടാമത് ഇത്രയധികം കണ്ടന്റ് പഠിക്കാനുണ്ടല്ലോ, ഇത് എങ്ങനെ പഠിക്കും, ആൻഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ എടുക്കുന്നു, ഒന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ഒത്തിരി ആ ഒരു ടെൻഷൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ എൻ്റെ കുട്ടികൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ചില മക്കളൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ എന്തായാലും സയൻസ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് ആണ് എടുക്കുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ സിലബസിനെ കുറിച്ചും നിങ്ങൾക്ക് എടുക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കാരണം നിങ്ങളിതൊന്നും ചിന്തിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വെക്കേഷൻ കിട്ടും. ശരിയാണ്, കാരണം ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ഡിലേ വരും. കാരണം പ്രോപ്പറായിട്ട് അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിങ്ങളൊരു ഫുൾ സെറ്റ് ക്ലാസ് ആകുമ്പോഴേക്കും നല്ല ഡിലേ വരും. പക്ഷേ ആ ഡിലേ നിങ്ങളുടെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് നടക്കേണ്ട സമയത്ത് അങ്ങ് നടക്കുകയും ചെയ്യും, സിലബസ് അങ്ങോട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും, നിങ്ങൾ അവസാനം എല്ലാം കൂടെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും അധികം സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞു മക്കളായിരുന്നു അല്ലേ, ബയോളജിയിലൊക്കെ ഒരു 8 ചാപ്റ്ററൊക്കെ സുഖസുന്ദരമായിട്ട് പഠിച്ച ആൾക്കാരായിരുന്നു. പക്ഷേ ഇനി +1ലേക്ക് വരുന്ന സമയത്ത് 19 ചാപ്റ്റേഴ്സ് ആൻഡ് അതിൻ്റെ കണ്ടന്റ് ആണെങ്കിൽ അത്രയും അധികം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കണ്ട് അല്ലേ പഠിക്കാനാണെങ്കിൽ സമയവുമില്ല, ആകെ മൊത്തം ടെൻഷൻ ആവുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്താണോ എടുക്കാൻ പോകുന്നത്, സയൻസ് ആണെങ്കിൽ ഓക്കെ സയൻസ്, നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്, നിങ്ങളുടെ സിലബസിനെ കുറിച്ച് അറിയാം, അത് നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് മക്കളെ. കാരണം നിങ്ങൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും. ഓക്കെ, ജൂലൈ ലാസ്റ്റിലൊക്കെ ആയിട്ട് ക്ലാസ് തുടങ്ങും. ടീച്ചേഴ്സ് ചടപടാന്ന് പറഞ്ഞ് തീർത്തും തരും, കാരണം അവർക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എക്സാമിന് മുൻപായിട്ട്. ആരാ പഠിക്കേണ്ടത്? ഇതൊക്കെ നിങ്ങളാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും തന്നെ അങ്ങനെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ് പറയണേ, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. ഓണം എക്സാം ഡേ എന്ന് പറയുമ്പോഴേക്ക് വരും, അത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം വരും, പിന്നെ പബ്ലിക് എക്സാമോ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഡിലേ ആയതോ നമുക്ക് സ്കൂളിൽ അലോട്ട്മെൻറ്റ് കറക്റ്റ് ആവുന്നത് വരെയോ ഒന്നും നമ്മുടെ എക്സാം വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം. അതിന് നിങ്ങളുടെ ഓപ്ഷൻ എക്സാമിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി തരാനാണ് നമ്മുടെ അഗ്നി ബാച്ച് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി നമ്മുടെ SSLC വരെയൊക്കെ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച മക്കൾക്കാണെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ടി വരില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു തവണ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ പഠിച്ച മക്കൾ ആരും തന്നെ പിന്നെ ഒരു മാറി ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ക്വാളിറ്റി കണ്ടന്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസിൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലൈവ് ക്ലാസ്. അതായത് ഒന്നാമതൊരു ലാംഗ്വേജ് പ്രശ്നം ഉണ്ടാകും, പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച മക്കളാണെങ്കിൽ. അപ്പോൾ ആ ലാംഗ്വേജ് പ്രശ്നം നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു സ്മൂത്ത് ട്രാൻസിഷൻ ഉണ്ടാക്കി തരാൻ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്ക് എന്താണോ പ്രശ്നം എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന +1 ബാച്ച് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങളെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഈ +1ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിന് ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇനി റെക്കോർഡറായിട്ട് പിന്നീട് ഈ ക്ലാസ്സുകൾ കാണണം, അല്ലെങ്കിൽ ലേണിംഗ് വീഡിയോസ്, ടോപ്പിക് വൈസ് ലേണിംഗ് വീഡിയോസ് കണ്ട് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതുണ്ടാകും. PDF നോട്ട്സ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് എക്സാമും മോഡൽ എക്സാമും ഇതൊക്കെ ഉണ്ടാവും.
ഓക്കെ, ഇതൊക്കെ വെച്ച് നമ്മൾ ലാസ്റ്റ് മിനിറ്റിലല്ല പഠിക്കാൻ പോകുന്നത്, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുക്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം. 1530 രൂപയാണ് നമ്മളുടെ എക്സാം വിനറിൻ്റെ ഫുൾ ബുക്ക് സെറ്റാണ്. ഇതിനകത്തുള്ള കണ്ടൻറ് ഒക്കെ റിവൈസ്ഡ് കണ്ടൻ്റ് ആണ്. സിംപ്ലിഫൈഡ് നോട്ട്സും കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും NCERT ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണ്, ഇപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ നമ്മളുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 4999 ആണ്. ഇതൊക്കെ വെച്ച് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് മക്കളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, മിസ് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, നീറ്റ് ഇതിൻ്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കാണ് നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പോൾ പൃഥ്വി ബാച്ച് എന്ന് പറയുമ്പോൾ നീറ്റ് മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം +1 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടാവും. അതായത് അഗ്നി ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ഡെയിലി എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്, നോട്ട്സ്, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് എക്സാം, PYQ ഇതെല്ലാം ഉണ്ടാവും. അതിന് പുറമെ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, നീറ്റ് വർക്ക്ഷീറ്റ്, നീറ്റ് എക്സാംസ് എല്ലാം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ നമ്മുടെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 7999 ആണ്. ഓക്കെ, അപ്പോൾ പൃഥ്വി ബാച്ചിനെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ പറയാം, മിസ് പൃഥ്വി ബാച്ച് അല്ല, ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് എൻജിനീയേഴ്സ് ആണ് ആവേണ്ടത്, ഞങ്ങൾക്ക് JEE എക്സാം ആണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് ഓക്കെ JEE എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും എല്ലാം വെച്ചിട്ട് നമ്മളുടെ യോധ ബാച്ച് ഉണ്ട്. ഓക്കെ, യോധ ബാച്ചിനും സെയിം ഫീ തന്നെയാണ് വരുന്നത് 7999. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോധ ബാച്ചിൽ എടുക്കാം. നിങ്ങളുടെ +1ൻ്റെ കൂടെ തന്നെ JEE എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അതുമല്ല, കൊമേഴ്സ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന മക്കൾക്കാണ് നമ്മുടെ ജ്വാല ബാച്ച് ഉള്ളത്. ജ്വാല ബാച്ചിൽ മിസ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും PDF നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാമും വർക്ക്ഷീറ്റ്, മോഡൽ എക്സാം ഇതൊക്കെ ഉണ്ടാകും. നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ പോലെ തന്നെ കാര്യങ്ങളാണ്. ബുക്ക് സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാം. ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ ചെറിയൊരു ഡിസ്കൗണ്ടും ഉണ്ടാകും. 4999 ആണ് നമ്മുടെ ബാച്ച് ഫീ വരുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എക്സാമിനറിൻ്റെ കൂടെയാണ് ഒരു ഡിലേ ഇല്ലാതെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി നല്ല സ്മൂത്തായിട്ട് തന്നെ +1ലേക്ക് കയറാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യാം. നല്ലപോലെ പഠിക്കാം. ഓക്കെ, ഇനി അതല്ല നമ്മൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ കൂടെ മക്കളെ ലാസ്റ്റിലേക്ക് വെക്കരുത്. സ്കൂൾ തുറന്നിട്ട് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നേരത്തെ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ തന്നെ കഷ്ടപ്പെടും. ആ കഷ്ടപ്പാടിലേക്ക് നിങ്ങൾ എത്തരുത്, അതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ബാച്ചിലുള്ള ലൈവ് ക്ലാസ്സിൽ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.